ആദ്യം തന്നെ ഈശോയ്ക്കും കൃപാസനം മാതാവിനോടും 1000 നന്ദി, ഞങ്ങളെ പ്രതീക്ഷാകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റിയതിന്. എൻ്റെ പേര് ഡോക്ടർ ബബിതയാണ്. ഞാൻ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ MD വരെ പഠിച്ചു. ഞാൻ ഉടമ്പടി എടുത്തത് ജാനുവരി 2026 ഞാൻ 2-3 നിയോഗങ്ങൾ എഴുതി കൊടുത്തായിരുന്നു. ഒന്ന്, എൻ്റെ ചൈൽഡ് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ലഭിക്കുന്നില്ലായിരുന്നു. ഇതിനു മുമ്പേ ഞാൻ പൂനെയിൽ ജോലി ചെയ്തിരുന്നു. പക്ഷേ ചൈൽഡ് ഡെലിവറി കഴിഞ്ഞിട്ട് 2 വർഷമായി, എന്നിട്ട് ജോലി ലഭിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞ പോലെ ഇടവില്ലായിരുന്നു. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും ചോദിച്ചിട്ട് അവിടെ വേക്കൻസി ഇല്ലായിരുന്നു. ഞാൻ കുറേ വിഷമിച്ചു, കുറേ സങ്കടപ്പെട്ടു. പിന്നെയാണ് പൂനെയിൽ നിന്ന് ഒരു വിളി വന്നത്. ഞാൻ പണ്ട് ജോലി ചെയ്ത സ്ഥലത്തൊന്നുമല്ല, പക്ഷേ സെയിം സ്റ്റേറ്റ്. പൂനെയിൽ നിന്ന് വിളി വന്നു. അവിടെ അവർ പറഞ്ഞു HR എല്ലാ ഡോക്യുമെൻറ്റ്സും അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ അയച്ചു കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഇൻ്റർവ്യൂ മെയിലിൽ വിളിച്ചു. സാധാരണ ഞാൻ ജിമെയിലൊന്നും ചെക്ക് ചെയ്യാറില്ല, പക്ഷേ അന്ന് എനിക്ക് ചെക്ക് ചെയ്യാൻ തോന്നി. ജിമെയിൽ ചെക്ക് ചെയ്തപ്പോഴേക്കും ഇൻ്റർവ്യൂ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂയുടെ സമയത്ത് ഞാൻ കാശ് രൂപ എടുത്ത് ഐ ബിലീവ് ഇൻ ഗോഡ് ചൊല്ലിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു എന്നെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് എടുത്തു എന്ന്. അത് കഴിഞ്ഞു HR വഴി പിന്നെ ഫോൺ വഴി പിന്നെ കമ്മ്യൂണിക്കേഷൻ നടത്തി. അത് കഴിഞ്ഞ് ഓഫർ ലെറ്ററും വന്നു. ഈ അനുഗ്രഹത്തിന് മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഈ പല സമയത്തും ധൈര്യം ഇല്ലാത്ത സമയത്തും ഈ ഉടമ്പടി എടുത്തേ പിന്നെ ധൈര്യം കൂടിക്കൂടി വന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പത്രം വിതരണം ചെയ്യുമായിരുന്നു, ബസ് സ്റ്റാൻഡിലും അങ്ങനത്തെ സ്ഥലത്തും. പിന്നെ അതുപോലെ രോഗികളെ വിസിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഇനിയും ഉടമ്പടി തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ജോലി കിട്ടിയതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യം പറയാനുള്ളത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കാരണം ഇത് എൻ്റെ മെറിറ്റിലായിരുന്നെങ്കിൽ എനിക്ക് കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടിയേനെ. പക്ഷേ ഇതിനേക്കാളും ഒക്കെ വലിയൊരു മെഡിക്കൽ കോളേജിലാണ് കിട്ടിയത്. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാൻ ഇനിയും ഈശോയ്ക്കും മാതാവിനോടും 1000 നന്ദി പറയുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും പിന്നെ കൊന്ത ചെല്ലും, ഹസ്ബൻഡായിട്ട് ചെല്ലും. ബൈബിൾ വായന എൻ്റെ കുറവാണ്. അപ്പോൾ ബൈബിൾ വായന ഞാൻ ഇനി കൂട്ടും. അതാണ്. താങ്ക് യു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14 ദൈവത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവർ ഞാൻ അവനെ രക്ഷിക്കുമെന്നാണ് വചനം പറയുന്നത്. പ്രശ്നങ്ങളിൽ നിന്നും, കഷ്ടതകളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷയാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടെ ഉടമ്പടിയിലൂടെ. എൻ്റെ നാമം അറിയുന്നു, ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചു എന്നാണ്. ഞാൻ അവനെ സംരക്ഷിക്കും, അനുഗ്രഹം നൽകും, ഞാൻ അവനെ ഉയർത്തുമെന്നാണ് വചനം നമ്മളോട് പറയുന്നത്. ഉടമ്പടിയിൽ ദൈവസ്നേഹവും വിശ്വാസവും ഉള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. ഉടമ്പടിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രക്ഷയും ഉയർച്ചയും ഉറപ്പാണ്. കാരണം പരിശുദ്ധ അമ്മയാണ്, കൃപാസനം അമ്മയാണ് നമ്മളെ കരം പിടിച്ചുകൊണ്ട് ആ രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്നത്. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുമെന്നാണ്. ദൈവത്തെ അറിയുമ്പോൾ നമ്മളെ അറിയാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അമ്മയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവൻ പറയുന്നത് ചെയ്യുക. അവൻ നമ്മുടെ കൂടെയുള്ള ഒരു ദൈവമാണ്. ആ ദൈവത്തിങ്കിലേക്കാണ് നാം ഉടമ്പടിയിലൂടെ ചേർന്ന് നിൽക്കുന്നത്. ഡോക്ടർ ബബിതയുടെ സാക്ഷ്യവും മഹതനെയാണ്. 2 വർഷത്തോളവും MD ആയ ഡോക്ടർ ബബിത വെയിറ്റ് ചെയ്തു. അച്ഛൻ ഉപയോഗിച്ച വാക്കാണ് ഉപയോഗിച്ചത്, ഇടം ഇല്ലായിരുന്നു, ഇടം കിട്ടിയില്ല എന്നാണ്. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് ഡോക്ടർ ബബിത പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂനെയിൽ തന്നെ ഏറ്റവും നല്ല ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയായിട്ടാണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം എനിക്കുള്ള മെറിറ്റില്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. കാരണം ഗ്രേസിലാണ് അത്രയും നല്ല കോളേജിലേക്ക് എനിക്ക് ജോലി കിട്ടിയെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപയായിട്ടാണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനം പറയുന്നത് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക എന്നാണ്. പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നമുക്കും അവനോട് ചേർന്ന് നിൽക്കാം.
ഭയങ്ങളിൽ വിശ്വാസവും, സംശയങ്ങളിൽ ദൈവം എന്നെ സഹായിക്കും, ദൈവം എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുകയും അപ്പോൾ ഉടമ്പടിയിലൂടെ ദൈവം നമ്മെ രക്ഷിക്കും, ഉയർത്തും, അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വാഗ്ദാനം പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നടക്കട്ടെ എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് നമ്മുടെ ജീവിതം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഡോക്ടർ ബബിതയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, അവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.